വിത്ത് നന്നായാൽ വംശം നന്നായി എന്ന് പറയുന്ന പോലെ വിത്ത് മികച്ചതാണെങ്കിൽ ഫലവും മികച്ചതായിരിക്കും. ഞാനിവിടെ 2 തരം തക്കാളി ചെയ്ത് നോക്കി. അതിൽ വലിപ്പം കൂടിയ തക്കാളിയും അല്പം വലിപ്പം കുറഞ്ഞ ചെറുതരം തക്കാളി രണ്ടും നല്ല കായ്ഫലം തന്നു. അപ്പോൾ ഇന്ന് വിത്ത് ശേഖരിക്കുന്നൊരു മെത്തേഡ് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ഇതുപോലുള്ള ചെറുതരം തക്കാളി, 2 ഇതുപോലെ വലിപ്പമുള്ള തക്കാളികൾ. ഇവ രണ്ടും വ്യത്യസ്ത ഇനങ്ങളാണ്. ഒന്ന് ചെറുതും ഒന്ന് വലിപ്പം കൂടിയതും. നോക്കാം ഇവയിൽ നിന്ന് നമുക്ക് വിത്ത് കിട്ടുമോ എന്ന്. ചെറിയ തക്കാളി കട്ട് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ ഈ ജെല്ല് പോലുള്ള ഭാഗത്ത് നിറയെ വിത്തുകളുണ്ട്. അപ്പോൾ ഈ ചെറുതരം തക്കാളിയുടെ വിത്ത് നമുക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട്. ഫ്യൂച്ചറിലേക്ക് നമുക്ക് പിന്നീട് നടീലിന് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഈ തക്കാളിക്കകത്തുള്ള വിത്തുകൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ആക്കുകയാണ്. ഈ ചെറുതരം തക്കാളികൾ നല്ല വാട്ടർ കണ്ടൻ്റ് ഉള്ളവയാണ്. ഇനി രണ്ടാമത്തെ തക്കാളി കട്ട് ചെയ്തപ്പോൾ അതിൽ സീഡ് കുറവാണ്, സീഡ്ലെസ് ആണ്. സീഡ് വളരെ കുറവാണ്. വളരെ ചെറുതരം സീഡുകൾ 1-2 അത്രയൊക്കെ ഉള്ളൂ. അതേ സെയിം പ്ലാന്റിലെ തന്നെ വേറൊരു തക്കാളി നോക്കിയപ്പോൾ അതും സീഡ്ലെസ് ആണ്. എനിക്ക് അത്യാവശ്യം സീഡ് കിട്ടിയില്ല. വലിപ്പമുള്ള തക്കാളിന് സീഡ് കിട്ടിയില്ല. കിട്ടിയ കളക്ട് ചെയ്ത ചെറുതരം തക്കാളിയിലെ ഗ്ലാസ്സിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ഫെർമെൻറ്റേഷന് വേണ്ടി വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വെള്ളത്തിൽ തക്കാളിയുടെ വിത്തുകളെല്ലാം പൊങ്ങി കിടക്കുന്നുണ്ടാവും. ഒരിക്കലും ഫെർമെൻറ്റേഷൻ ചെയ്യുമ്പോൾ തുറന്ന് വയ്ക്കാതിരിക്കുക, അടച്ചു തന്നെ വയ്ക്കുക. ഒരു മൂടി വെച്ച് അടച്ചു വെച്ചു. ഇനിയൊരു 3 days കഴിഞ്ഞ് നോക്കുമ്പോൾ വിത്തുകളെല്ലാം ഈ ഗ്ലാസിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞ് കൂടിയിട്ടുണ്ട്. ഈ ജെല്ല് വെള്ളത്തിൽ നല്ലോണം കലങ്ങിയിട്ടുണ്ട്. കൊഴുപ്പായി, വെള്ളം നല്ല രീതിയിൽ കൊഴുപ്പായി. അപ്പോൾ ആ വെള്ളത്തെ കളഞ്ഞതിന് ശേഷം നമുക്ക് വിത്തുകൾ മാത്രം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇനി ഈ അരിപ്പയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ വിത്തുകൾ നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. 3ഓളം തക്കാളിയിൽ നിന്ന് ഇത്രയും വിത്തുകളാണ് എനിക്ക് കിട്ടിയത്. ഇനി ഒരു പേപ്പർ എടുത്തിട്ട് പേപ്പറിലേക്ക് ഞാനത് കൊട്ടി കൊടുക്കുകയാണ്, ഒന്ന് നിരത്തി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യം സൺലൈറ്റാണ്. സൂര്യപ്രകാശത്തിൽ ഒരു ദിവസം തന്നെ ഉണങ്ങി കിട്ടിയാൽ മതിയാവും. നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വെയിലിൽ വിത്തുകളെല്ലാം നല്ലോണം ഡ്രൈ ആയി കിട്ടി. ഇതിനെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് സൂക്ഷിച്ച് വയ്ക്കാം.